السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പവിത്രമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സ്വലോക സ്വർഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹല്ല് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറിലായി ജീവിച്ച് ഖൈറിലായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. മനുഷ്യന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പരിസ്ഥിതിയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമയാണ്, നമ്മുടെ കടപ്പാടാണ്, അതിലുപരി ഈമാനിന്റെ ഭാഗമാണ്. മദീനയെ ആദരിച്ചുകൊണ്ടും മദീനയിലുള്ള പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ ഹറമ മക്ക. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മക്കയെ പരിശുദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫഇന്നി ഹറംതുൽ മദീന, ഞാനിതാ മദീനയെയും ഞാനിതാ പരിശുദ്ധമാക്കുന്നു എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബൈന ലാബതൈഹാ, ആ മദീനയുടെ പരിസര പ്രദേശങ്ങളെയും ഞാൻ പരിശുദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലാ യുഖ്തഅല്ലാഹുഹാ, നിങ്ങൾ മരങ്ങൾ മുറിക്കാൻ പാടില്ല. വലാ യുസാദു സ്വൈദുഹാ, നിങ്ങൾ വന്യമൃഗങ്ങളെ നിങ്ങൾ വേട്ടയാടാൻ പാടില്ല എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്. അതിലുപരി മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം ഷാമിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഷാമിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബൂ സുഫിയാൻ അടക്കമുള്ള പ്രഗൽഭരായ ആളുകളോട് അവിടുന്ന് ഒരു ഉപദേശം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വലാ തഖ്തഉ ശജറൻ മുസ്മിറ, നിങ്ങൾ ഫലങ്ങൾ കായ്ക്കുന്ന മരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മുറിക്കാൻ പാടില്ല. വലാ തുഖ്രിബിന ആമിറ, നിങ്ങൾ അവിടെയുള്ള ജനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ നിങ്ങൾ വിതക്കാൻ പാടില്ല. അതിലുപരി ആട് മാട് ഒട്ടകങ്ങളെ നിങ്ങൾ അറുക്കാൻ പാടില്ല. ഈത്തപ്പഴമരങ്ങൾ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല എന്ന് മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടമയാണ്, നമ്മുടെ കടപ്പാടാണ്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മരങ്ങൾ മുറിക്കുന്നതിലല്ല നന്മയുള്ളത്, മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലാണ് നന്മയുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്ത്യനാൾ സമാഗതമാകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു വൃക്ഷത്തിന്റെ തൈയുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ വേഗം നിങ്ങൾ പിടിപ്പിക്കണേ എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മുസ്ലിം ഒരു തൈ നട്ടു, അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരു കൃഷി ഇറക്കി, എന്നിട്ട് ഫയർകുലു മിൻഹു ത്വയ്റ, അതിൽ നിന്ന് പക്ഷികൾ, അതിൽ നിന്ന് അവൻ കൃഷി ഇറക്കിയതിൽ നിന്ന് പക്ഷികൾ ഭക്ഷിച്ചു, അല്ലെങ്കിൽ ഔ ഇൻസാനൻ, അല്ലെങ്കിൽ മനുഷ്യന്മാർ ഭക്ഷിച്ചു, അല്ലെങ്കിൽ ഔ ബഹീമ, അല്ലെങ്കിൽ മൃഗങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു എങ്കിൽ ഇല്ലാ കാന ലഹു സ്വദഖ, ആ മനുഷ്യനിക്ക് അത് സ്വദഖയായി നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു റിവായത്തിലൂടെ പറയുന്നുണ്ട്, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൃഷിയോ മറ്റോ അല്ലെങ്കിൽ വൃക്ഷങ്ങളോ നട്ടുപിടിപ്പിച്ചു,
അതിൽ കായ്ക്കുന്ന കായ്ക്കനികളോ അല്ലെങ്കിൽ മറ്റുള്ള കൃഷികളോ ആരും മോഷ്ടിച്ചു കൊണ്ടുപോയാലും അത് ഉണ്ടാക്കിയ മനുഷ്യനിക്ക് അത് നന്മയാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മളിൽ പല ആളുകളും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവാം. കേവലം അത് സെൽഫിയിൽ ഒതുക്കി അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്താൽ പോരാ. എങ്കിലും ഇൻഷാ അല്ലാഹ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അതിനെ കൃത്യമായി കൊണ്ട് പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല, ഈ പ്രകൃതി മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണേ, എങ്കിൽ ആകാശത്തുള്ള ഒരുവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് ഹബീബിന്റെ പ്രഖ്യാപനമുണ്ട്. അതുകൊണ്ട് തന്നെ കരുണയുള്ള ജീവിതത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. ഇന്നത്തെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്, മഴക്കാലം വരാൻ പോവുകയാണ്. നമ്മുടെ വീടും പരിസരങ്ങളും കൃത്യമായി കൊണ്ട് തന്നെ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായും സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.